ഹലോ. ഹലോ. പറയൂ, എന്തൊക്കെയാണ് വിശേഷം? സുഖം. ചായ കുടിച്ചോണ്ടിരിക്കുന്നു. ചായ കുടിക്കാണോ? എന്താ ചായക്ക് കടി? നൂഡിൽസ്. നൂഡിൽസ്. ഹലോ, എന്നെ ചായയുടെ കടിയിട്ടാണ് കണ്ടുകൊണ്ടോ. അവിടെ എന്താ പരിപാടി? വർക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നതാണോ? ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. വേറെ ഫ്രണ്ട്സ് ആരില്ലേ? ഇപ്പൊ ഇവിടെ ഫ്രണ്ട്സിനെ കേട്ടണോ? അല്ല, ചുമ്മാ ചോദിച്ചതാ. അതെന്താണ് ഒരു ചുമ്മാ ചോദിക്കല്? എന്തേലൊക്കെ വിവരം അന്വേഷിക്കണ്ടേ? എന്തേലൊക്കെ വിവരം അന്വേഷിക്കണ്ടേ? പക്ഷെ ഒരു വല്ലാത്ത വിഷയം അന്വേഷിക്കലായി പോയല്ലോ. നീ എന്നെ കണ്ടിട്ട് എന്റെ വിശേഷം എന്നടാ? എന്നെ കണ്ടാൽ എത്ര ഏജ് തോന്നിക്കുന്നാണ് ചോദിക്കുന്നത്. ഓ, കണ്ടാൽ എത്ര ഏജ് ചോദിക്കുക? അതൊരുമാതിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് വല്ലാതായി പോണത്. ഒരു 18 to 25. അത് ഇത്തിരി വലിയ കേസായി പോയില്ലേ? അപ്പോ ഒരു 21, 18 to 21. 21 വയസ്സ്. എന്താ പരിപാടി? ഇങ്ങനെ സ്ട്രീമൊക്കെ ചെയ്ത് പോണൂടാ. സ്ട്രീമിങ്ങാ? പിന്നെ അല്ലാതെ. അടിപൊളി. നാടെവിടെ? നാട് എറണാകുളം. എറണാകുളത്തോടെ? എറണാകുളത്തോടെ ഒന്നും പറയാൻ പറ്റില്ല, സീക്രട്ടാ. ഞങ്ങളും എറണാകുളം തൃശ്ശൂർ ബോർഡർ. എറണാകുളം തൃശ്ശൂർ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അങ്കമാലി ആ സൈഡൊക്കെയാണ്. അത് തൃശ്ശൂര് ബോർഡർ ആണോന്ന് എനിക്കറിയില്ല. അങ്കമാലിന്ന് കേട്ടേക്കണ തൃശ്ശൂർ ബോർഡർ ആണെന്നൊരു. പിന്നെ എവിടെയാണ്? ഞങ്ങ ചാലക്കുടി അറിയോ? പിന്നെ മണിച്ചേട്ടൻ്റെ നാട്. ചാലക്കുടിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വരാം. മാള. അത് ഞാൻ കേട്ടു. മാള അരവിന്ദനെ ഞാൻ കേട്ടിട്ടില്ല. മാള എന്നുള്ള സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. ആ പോത്തി നിൽക്കുന്നവൻ ഏതൊരു കേറിയിരിക്കുന്നു. ഇത്ര നേരം ജനലയുടെ പിന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നില്ല ജനലിന്റെ പിന്നിലേ. എന്താ പഠിക്കണേ? എന്താ? ഒരാള് വർക്ക് ചെയ്യണ്, ഇയാള് വർക്ക് ചെയ്യണ്. ഞാൻ എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. പഠിക്കുന്നു. അതെന്താണ് പഠിക്കുന്നേ? ആ ചിരിക്കുന്നവൻ ഹോട്ടൽ മാനേജ്മെന്റ്. ഹോട്ടൽ മാനേജ്മെന്റ് ആണ് സ്ഥിതിക്ക് കുക്കിംഗ് ഒക്കെ കുറെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഒരു കാമുകി ഭയങ്കര രീതിയിൽ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുക. ആ കാമുകിക്ക് വേണ്ടിയിട്ട് ആ കാമുകിയുടെ ദേഷ്യമൊക്കെ മാറാൻ എന്ത് ഫുഡായിരിക്കും സ്പെഷ്യലി ഉണ്ടാക്കി കൊടുക്കുക? നിന്നോടുള്ള ചോദ്യം അങ്ങോട്ട് തിരിച്ചേക്കാം. എന്തായാലും ആ ഫേസ് എനിക്ക് കിട്ടി. ഇനി അത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും കുളിച്ച് നീ നനഞ്ഞു കേറ്. പറ. പക്ഷെ ഒരു വല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോന്നല്ലോ, ഷെഫ് അല്ലേ? ഒരു നല്ല ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫുഡ് പറ. ഇതാണോടാ ഷെഫ്? ഇറങ്ങി മാഗി. എടാ അത്യാവശ്യം എനിക്ക് കറി ഉണ്ടാക്കാൻ അറിയാലോടാ. എന്നിട്ടാണോ അവന്റെ മാഗി? 3 മിനിറ്റ് ഉണ്ടാവും കാര്യം ഉണ്ടാക്കി കൊടുക്കാൻ പോണു. പാസ്ത. ആ പാസ്ത എങ്ങനെ ഉണ്ടാക്കണേന്ന് പറ, എനിക്കൊന്ന് ഉണ്ടാക്കാനാ. എന്താ കേട്ടില്ല. പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മങ്ങനെ
അതെങ്ങനെ അതിങ്ങനെ പാത്രമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കറക്കി ഉണ്ടാക്കുവാണോ? ഓ ട്രേഡ് സീക്രട്ട് ആയിരിക്കും അല്ലേ? അല്ല വേറെ ആരെങ്കിലും ഇത് കണ്ട് പരീക്ഷിച്ച് കഴിഞ്ഞാൽ അവര് തട്ടിപ്പോയ സമാധാനം പറയണ്ടേ? വല്ലാത്തതായി പോയി. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഫണ്ണി തരാം. കുറച്ചു പേരൊക്കെ എന്നെ ചേച്ചി ചേച്ചി മാനം കടത്തല്ലേ. ലൈവ് ഒന്നല്ലോ അല്ലേ? ലൈവ് അല്ല, റെക്കോർഡറാ. ഞാൻ ഇടും, എന്തായാലും ഉറപ്പാണ് ഇടും. അയ്യോ പൂവ് ഞാനതന്നെയാണോ ഇരിക്കണേ? അത് നിർത്തണ്ടയാളാ. ചേച്ചി കൊടുത്തേക്ക് പൂവ്. ചേച്ചിയോ? എടാ പ്രാന്തന്മാരെ, ഞാനൊരു 21 വയസ്സുള്ള കുട്ടിയാടാ. സോറി. എടാ നേരത്തെ ഒരു പ്രാവശ്യം ചോദിച്ചതല്ലേ? എടാ എന്നിട്ട് ആ പൂവ് തന്നിട്ട് എനിക്കൊരു മര്യാദക്ക് ആ പൂവ് തരായിരുന്നു, എന്നാലും എനിക്ക് തമ്മിൽ ഇടാൻ പറ്റുള്ളൂ. എന്തുവാടാ തമ്മിലിടും? ഓ എനിക്ക് പൂ തന്നൊരു ഫസ്റ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പൂ പറിക്കാൻ പുറത്തു പോകാൻ പറ്റില്ല, അത് തിരിഞ്ഞു അത് മേടിച്ചതായിട്ട് കരുതിയിരിക്കുന്നു. ഓ റിജക്ട് ചെയ്തോണ്ട് പിന്നെ ഇവന് വേറെ ആർക്കും കൊടുക്കാനില്ല. ഓ അപ്പൊ എന്തായാലും എനിക്ക് പൂ തന്നൊരു സത്യമായിട്ട് പോസ്റ്റ് ചെയ്യോ? അതൊന്നും സത്യമായിട്ടും പോസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാനാന്ന്? അല്ല ആളെ തപ്പി കണ്ടുപിടിക്കാതെ നീ നേരത്തെ തന്നെ ഒന്നുമില്ല. എന്തായാലും പറയില്ലടാ, എന്തായാലും ഞാൻ ഐഡി പറയില്ല. നിങ്ങൾ കണ്ടറിഞ്ഞാ മതിയടാ എനിക്ക് പൂ തന്ന. അല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ടെങ്കിലും ലൈക്ക് അടിച്ച് ഒരു ലൈക്കെങ്കിലും എത്തിന്ന് പറയാല. അത്ര ഒന്നും വേണ്ടി വരില്ല. ഏകദേശം നീ നോക്കിക്കോ, ഈ വീഡിയോയില് ആ മൂടി കാണാൻ ഞാൻ ദൈവമേ ഇത്രയും ചിരിച്ചു.